ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അനങ്ങൽമല ഇക്കോ ടൂറിസത്തിൻ്റെ അവിടെ നമ്മുടെ ഒറ്റപ്പാലത്ത് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഇവിടെ ഒരു അടിപൊളി ബിരിയാണി കിട്ടുന്ന ഒരു കട ഉണ്ട്, അത്ഭുത ബിരിയാണി. അപ്പോൾ അതും കൂടി നോക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. എൻ്റെ സൗണ്ട് ചെറിയൊരു പ്രശ്നം, അത് ജലദോഷം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ആഷിം വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തിയിട്ട് കാണുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷം എന്ന് വെച്ചാൽ, ഈ മലന്നെയാണ് ഇവിടുത്തെ പ്രധാന വിശേഷം. ഈ മലൻ്റെ മുകൾക്ക് ഇവിടെ കയറണം വെച്ചെങ്കിൽ എൻട്രി ഫീസ് വരുന്നുണ്ട്, 30 റുപ്യ 20 റുപ്യ എന്തോ ആണ് അല്ലേ? അതെ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക സ്ഥലങ്ങളും കാണാം. അപ്പോൾ നമുക്കിത് ഈ ക്യാമറ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിൽ പതിയുന്നതിൻ്റെ പരിധിയിൽ നമ്മുടെ കണ്ണിന് കാണുന്ന പോലെ അല്ലല്ലോ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും അതിൻ്റെ മുകളിൽ കയറുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്കതിൻ്റെ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. വെൽക്കം ടു അനങ്ങൽമല ഇക്കോ ടൂറിസം എന്നൊരു ബോർഡ്. ഇത് ഗവൺമെൻറ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ നല്ല അത്ഭുത ബിരിയാണി, അതായത് അത്ഭുത ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അത്ഭുതം തന്നെയാണ് അവിടുത്തെ ബിരിയാണി. നമ്മൾ കല്യാണങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഒരു ഇന്ന് നമ്മൾ വന്നപ്പോൾ ഇന്ന് തിങ്കളാഴ്ച അവൾ അവധിയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് തിങ്കളാഴ്ച തുറക്കില്ല. ഇത് 9:30 മുതൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇതിൻ്റെ മുകളിലേക്ക് പോകാം. മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കമ്പി വെച്ചിട്ടുണ്ട്, അതുവരെ നമുക്ക് പോകാൻ പറ്റും, അനുവാദമുള്ളൂ അത്രേ. ആദ്യം നമ്മളൊക്കെ പണ്ടൊക്കെ വന്നപ്പോൾ അതിൻ്റെ മുകളിൽ ഉച്ചിയിൽ കയറി നിന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പുറം പണ്ട് ഫ്രീ ആയിരുന്നു, ഇപ്പോൾ അത് പൈസ ആക്കിക്കണം. വീണ്ടും ഇവിടെ പൂട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറിയാൽ അപ്പുറം നല്ലൊരു വ്യൂസ് കാണാനുണ്ട്. പക്ഷേ എന്താണ് പറ്റുകയെന്ന് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ ഇന്ന് അവധിയാണ്, തിങ്കളാഴ്ച അവധി ആയതുകൊണ്ട് മഴക്കാലത്തൊക്കെ വരിക വെച്ചെങ്കിൽ അടിപൊളി സ്ഥലം കേട്ടോ. താഴത്തു കൂടെ ഒരു അരുവി പോലത്തെ ഒരു സംഭവം ഒഴുകി വരുന്നുണ്ട്. ഇത് കനാലാണ്, അരുവിയാണ്, അതെന്തോ ആണ് കേട്ടോ. അതാണ് ഈ സംഗതി. ഒറ്റപ്പാലത്തിൻ്റെ ഇക്കോ ടൂറിസം, അനങ്ങൽമല ഇക്കോ ടൂറിസത്തിൻ്റെ അവിടെ കുറേ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. എക്കോ ഫ്രണ്ട്ലി ആണുകൊണ്ട് പ്ലാസ്റ്റിക് ഒട്ടും പറ്റില്ല, അങ്ങനത്തെ ഒക്കെ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഇത്ര കിട്ടുകയുള്ളൂ. ഇനിയൊരു ദിവസം ഓപ്പണുള്ള ദിവസം നമുക്ക് വരാം. അപ്പോൾ നമുക്ക് വേറെ സ്ഥലം വരെ പോയി നോക്കാം. അവിടെ പൂട്ടിയപ്പോൾ നമ്മൾ നേരെ എന്താക്കി, ഇന്ന് ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും കാഴ്ച ഉണ്ടാവും എന്ന് ഇങ്ങനെ പറഞ്ഞ് നോക്കിയിട്ട് നല്ല കാഴ്ച ഉണ്ടാവുമെന്ന് തപ്പിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നതാണ് ഗൈസ്. അപ്പോൾ ഇവിടെ കുറേ വീടുകളും കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈവ് ചെയ്യുന്ന ഫൈസൽ അവിടെ നിന്ന് തൊട്ടിട്ടുള്ള ഫോണിലുമാണ്. അതാണ് വേറൊരു വിഷയം. ആൾക്കാരൊക്കെ നല്ല തുറച്ച് നോക്കുന്നുണ്ട് ഇടിക്കാനൊക്കെ പോയിട്ട്. അപ്പം നമ്മളിവിടെ നല്ല എന്തെങ്കിലും സ്പോട്ട് കിട്ടുമോ നോക്കാം, എന്നിട്ട് ആക്കാമല്ലോ നമുക്ക് ബിരിയാണി ചെല്ലിന്ന് വിചാരിച്ച്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. അതായത് കാണാനൊക്കെ നല്ല കാമായിട്ടുള്ളൊരു ഏരിയയാണ്. പക്ഷെ നഷ്ടം പറ്റിയത് അവിടെ നിന്ന് നമുക്ക് ആ ഇക്കോ ടൂറിസം കാണിക്കാൻ പറ്റിയില്ല. കാണാനൊന്നുമില്ല ഗൈസ്. അത് ആ മലൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു വ്യൂ ഉണ്ട്. താഴോട്ട് നോക്കുമ്പോൾ നമ്മളെ ഒറ്റപ്പാലം ടൗൺ വരെയൊക്കെ കാണും അല്ലേ? ടൗൺ വരെ കാണൂലേടാ? അല്ല, ഇതിപ്പോൾ ഇങ്ങനത്തിപ്പോൾ നേരെ അമ്പലപ്പാറക്ക് എത്തും. ഇപ്പം നമ്മൾ എവിടേക്കാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല ഗൈസ്. നമ്മളപ്പം മൊത്തം ഫോറസ്റ്റ്, മൊത്തം കാടാട്ടോ. ഭയങ്കര ഇരുട്ട്. രാത്രിയൊന്നും നമുക്ക് ഇതിനെ വരാൻ പറ്റൂല. ആദ്യം ഒരു വീട് പോലും ഇല്ല, 2 സൈഡിലും മൊത്തം കാടുകളായി പിടിച്ച് കിടക്കുകയാണ്. ഇത് ശരിക്കും കാട് തന്നെയാണ് തോന്നുന്നു അല്ലേ? കുറ്റം കാണുന്നുണ്ട് അവിടെ. അതൊരു വീട് കണ്ടു. അത് കാണിക്കട്ടെ, ക്യാമറ കാണിക്കട്ടെ. മാറ്റിപ്പിടി. കാണുന്ന മലന്റെ വേറൊരു ഭാഗം കേട്ടോ. ഈ അനങ്ങൽമലന്റെ വേറൊരു ഭാഗമാണിത്. അതാ കാണുന്നത്, നല്ലൊരു വ്യൂസ്. ഇതൊക്കെ മഴക്കാലത്ത് വന്നാൽ ഒരു രക്ഷയില്ലാത്ത. നമ്മൾ ഇതേനെ വന്നിട്ടില്ലേ പണ്ട്? മറ്റേ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇല്ലേ? കാടൊക്കെ ഇപ്പൊ വീടുകളൊരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് നമ്മള്. അല്ല, അത്രയും പോണം നമുക്ക്. ഇതാണ് മേലൂര്. അതിന് കാണാൻ വല്ലതും ഉണ്ടോ അവിടെ? ഇതിന് കൊണ്ടുപോകുന്നു കാണി. എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ? ഇങ്ങനെ ഇരിക്കുന്നു. ഇതാണ് റോഡ്. അയ്യോ, നല്ല രസമുണ്ട് ആ സൈഡൊക്കെ കാണാൻ. കണ്ണിന് കുളിർമയേക്കുന്ന കാഴ്ചയാണ്. പക്ഷെ മഴക്കാലം ആവണം, ചൊട്ട വെയിൽ. ഗൈസ്, നല്ല അണപ്പുണ്ട് ഇതിൻ്റെ മുകളിൽ കയറിയപ്പോൾ. ആ കാണുന്ന വ്യൂസാണ് ഇവിടുന്ന്. അതായത് ആ മലൻ്റെ മുകളിലേക്ക് നമ്മൾ കയറേണ്ടത്. അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഇപ്പുറത്തുള്ളൊരു മല. ചെറിയൊരു മലൻ്റെ മുകളിൽ നമ്മൾ കയറിയതാണ്. കയറിയപ്പോൾ നല്ല അണക്കുണ്ട്. ബസ് പോകുന്നുണ്ട് ഗൈസ്, ബസ്. ചെറിയ കുട്ടി ബസ്. ഇവിടുന്ന് നോക്കുമ്പോൾ കുട്ടി ബസ്സായിട്ട് തോന്നുന്നല്ല, ശരിക്കും കുട്ടി ബസ് തന്നെയാണ്.
അപ്പോൾ ഇതാണ് ഇക്കോ ടൂറിസത്തിൻ്റെ. അപ്പോൾ അവിടെ പൂട്ടിയിട്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നോളൂ ഗായ്സ്. വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കണല്ലോ, വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരുത്തണമല്ലോ, വീഡിയോ ലെങ്ത് ഇങ്ങനെ കൂട്ടണം നമുക്ക്. അപ്പോൾ ഇവിടുന്ന് കാണുന്ന വ്യൂസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ക്യാമറയിൽ? നല്ല ലുക്കാ നോക്കിയാൽ ഊട്ടിയിലൊക്കെ പോകണം നമുക്ക്. അതെ, നല്ല ചൂടാ. തൊണ്ട അടഞ്ഞോണ്ടേ. അതോ ഒരു വീട് കണ്ടു നോക്കി വെക്കും. അവിടെയൊക്കെ എന്ത് സുഖമായിട്ട് താമസിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? നമ്മളെ വീട് ഇവിടെ വെച്ചെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കുക്കൊക്കെ ചെയ്യാമായിരുന്നു. മീൻ ചൂടായിരുന്നു, മീനെ പിടിച്ച് ചൂടായിരുന്നു. ഇവിടെ മീൻ പിടിക്കാൻ സ്ഥലം. അപ്പോൾ നമ്മളിത് ഇത് മേലാറ്റൂരില്ലേ, മേലെ കീഴൂരാ. ഇത് കീഴൂര്, മേലൂര്. ഇത് മേലൂര്. രണ്ട് സ്ഥലം, രണ്ട് ഡിഫറെൻറ്റ് പേരാണല്ലോ അല്ലേ, മേലൂര് കീഴൂര്. നല്ല രസമുണ്ട് എന്തായാലും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകളുള്ളത്. നിങ്ങൾ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോളിട്ടാ ഗൈസ്. ആ കാണുന്ന മലയ്ക്ക് പോകണമെന്നുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറാൻ എന്നെയും കൊണ്ട് മേല പോയ ഈ നോക്കിയൊക്കെ നല്ല രസമല്ലേ കാണാൻ. ഇത് പച്ച, അതായത് മഴ പെയ്യുന്ന സമയത്തൊക്കെ വന്ന് അടിപൊളിയായിരിക്കും കേട്ടോ ഇവിടെ. അവിടെ തേയിലത്തോട്ടാ കാണുന്നത്. ഊട്ടീൻ്റെ അടുത്ത് തന്നെയാണ്. ആ കാണുന്ന മലയാണ് ഊട്ടി കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് തള്ളുക. വലിയ ബസ് വരുന്നുണ്ട് കേട്ടോ അവിടുന്ന്. പൈസയിൽ എടുക്കുകയാണ്, ഇൻസ്റ്റയിൽ ഇടാനാണ്. പൈസയിൽ പെണ്ണിനെ കാണിച്ചെടുക്കാമല്ലോ. നമുക്ക് ഈ കുപ്പി എത്ര ലോങ് ഇട്ടാ പൊട്ടും നോക്കട്ടാ. ഷോട്ടാ. ഇനി അടുത്തതൊന്നും കൂടി ഉണ്ടേ. ഇത് ഞങ്ങൾ കുടിച്ചാലോ കേട്ടോ. ആരെ കുടിച്ചിട്ടാണ്? 1 2 3. പൈസ നമ്മളിവിടെ വന്നപ്പോൾ കുറച്ച് ബോട്ടിൽ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബീറിൻ്റെ കുപ്പി, ബീർ കുപ്പി, കള്ളുകുപ്പി എന്തൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊരു ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചിട്ടല്ല കേട്ടോ, വെള്ളം വെച്ചിട്ട് ചെയ്തതാണ്. അതൊക്കെ നമ്മൾ തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. കണ്ടാൽ നമുക്കറിയാം പഴയതാണ്. ഒരിക്കലും നമ്മളെക്കാരനല്ലേ. പോവാ, ഇവിടെ നിന്നാണ്ട് ഇരുന്ന് ഉരുസിയാലോ. പാൻറ്റ് കീറും. ആ മൈന്ത എങ്ങനെ പോയത് പതിയനെ? അത്ഭുതങ്ങളുടെ അത്ഭുതം, ബിരിയാണി തേടി മലക്ക് മുകളിൽ. ഗൈസ്, നമ്മൾ മറ്റേ അത്ഭുത ബിരിയാണി നോക്കിയപ്പോൾ അത് നമ്മളെ കൂടെയുള്ള ആൾക്കാർക്ക് ചിലവർക്ക് പറ്റിയില്ല. അപ്പോൾ നമ്മൾ മൊഹബത്ത് കാ ബിരിയാണി കഴിക്കാൻ വന്നിട്ടാണ്. അൺലിമിറ്റഡ് റൈസ് 80 ഇപ്പോൾ 90 അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഞാൻ കഴിച്ചിട്ടില്ല, അവിടുത്തെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നോക്കട്ടെ കേട്ടോ ഗൈസ്, കമോൺ. നമ്മൾ മൊഹബത്ത് ബിരിയാണി കഴിക്കാൻ വന്നിട്ടാണ്. അപ്പോൾ ഇവിടെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ദം ബിരിയാണി ഉള്ളത്. ഞാൻ ചിക്കൻ ദം ബിരിയാണിയാണ് പറയാൻ പോകുന്നത്. ഇവരെന്താ വെച്ചാൽ അത് പറയട്ടെ. ടേസ്റ്റ് നമുക്ക് നോക്കാം. ഒരു ഹെവി ക്വാണ്ടിറ്റി ആണല്ലോ അത്. എനിക്ക് അച്ഛൻ കിട്ടിയിട്ടില്ല വായി. അതന്നെ കാക്ക. എനിക്ക് ഈ സാധനം കിട്ടിയിട്ടില്ല. കുറച്ച് അച്ചാർ വേണ്ട. നമ്മൾ ചിക്കൻ ദം ബിരിയാണി കേട്ടോ. അത് വൈകുന്നേരത്തെ കഴിക്കുന്നത്. ഹെവിയ ഫുഡാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ, ഭയങ്കര ക്വാണ്ടിറ്റി. ചിക്കൻ ദം ബിരിയാണി എനിക്ക് അവിടുത്തെ ഇഷ്ടമാണ് കേട്ടോ. അത്ഭുതം തന്നെ ഇഷ്ടം. അത് വേറെ ടേസ്റ്റാണ്. ഇതൊക്കെ സാധാ ബിരിയാണി പോലെ തോന്നുന്നു. ഈ ജാഫ് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. എന്താ നമ്മൾ ബിരിയാണി വാങ്ങി ഇത് കഴിക്കട്ടെ. ബാക്കി വിശേഷങ്ങൾ പിന്നെ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അതിൻ്റെ ബിരിയാണി ഇത് കുഴക്കുക, ചിക്കൻ്റെ പീസ് നിറക്കുക, സള്ളാസ് ഉള്ളത് കുടിക്കണം. കേസ്. അപ്പോൾ നമ്മളങ്ങനെ കോതകുറിശ്ശിന്ന് മൊഹബത്തിൻ്റെ ബിരിയാണി കഴിച്ചു.
ബിരിയാണി കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഭയങ്കര ക്വാണ്ടിറ്റി അധികമാണ്. അത് ആ മസാല ബിരിയാണി ഇവർ കഴിച്ചതിൽ അജിനമോട്ടോ ഉണ്ട് ചിക്കനിൽ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഒറ്റപ്പാലത്തിന് വെച്ച് പിടിക്കുകയാണ്. ഇതുവഴി 2.5 കിലോമീറ്റർ ജാഫ് വരുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലാന്ന്. അപ്പോൾ ഏതാ ശരിയെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ശരിയായിരുന്നു, ഞങ്ങൾ നേരെ വരുന്ന ലോറി വന്നിറന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ അനങ്ങന്മല പോയി ഒന്ന് ബിരിയാണി കഴിച്ചു. നമ്മൾ തിരിച്ചുകൂടെ എത്തിയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ഒറ്റപ്പാലത്ത് CM കയറുന്നേക്ക് ഒരു സാധനം മേടിക്കാൻ വേണ്ടി അത് കിട്ടിയില്ല. അപ്പോൾ വീണ്ടും അടുത്ത നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മൾ ട്രിപ്പ് പോകണ്ടല്ലോ, എൻ്റെ ഒരു ഒരുക്കത്തിലാണ് നമ്മളുള്ളത്. 6-ാം തീയതി നമ്മൾ ട്രിപ്പ് പോവാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. ബൈ.